ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പച്ചടിയാണ്. പാവയ്ക്ക വെച്ചിട്ടാണ് നമ്മളിവിടെ പച്ചടി ഉണ്ടാക്കുന്നത്. പച്ചടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അപ്പം ആദ്യം അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാവയ്ക്കയാണ്. അപ്പോൾ അത് വട്ടത്തിലാണ് ഞാനിതിവിടെ അരിഞ്ഞെടുക്കുന്നത്. വളരെ തിന്നായിട്ട് വട്ടത്തിൽ നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ പാവയ്ക്ക മൊത്തം നമുക്കത് അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഒരു 5-10 മിനിറ്റ് അതൊന്ന് തിരുമ്മി വെക്കാം. അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. എല്ലാ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്കൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ബാച്ചായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊരു ഒറ്റ ട്രിപ്പായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാവയ്ക്കല്ലേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും. പച്ച ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരണം. എന്നാൽ കരിയാനും പാടില്ല. അത്യാവശ്യത്തിനൊന്നും മൊരിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കൂടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ലെവലായി കിട്ടിയാൽ മതി. നമുക്ക് അതവിടെ മാറ്റി വെക്കാം. ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നമുക്കതിലേക്ക് ഒരു മിക്സിയിലേക്ക് 2-3 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ തൈര് ചേർത്തിട്ടാണ് ഞാൻ അതവിടെ അരച്ചെടുക്കുന്നത്. നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പാവക്കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ആ പാനിൽ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട്. അതിൽ തന്നെയാണ് ഞാനിതിവിടെ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടിയോടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് വെണ്ടക്ക കൊണ്ടും പച്ചടി ഉണ്ടാക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഇത് പാവയ്ക്ക ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തത് അത് അതിന് മേലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. പാവയ്ക്കൊന്നും ഫ്രൈ ചെയ്യേണ്ട ടൈം മാത്രമേ ഉള്ളൂ. പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.